നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം പട്ടം ട്രാഫിക് സ്റ്റേഷനിൽ പിഴയടക്കാൻ എത്തുന്ന വാഹന ഉടമകൾ വലയുന്നു. ഒന്നല്ല 5ഉം 6ഉം പിഴകൾ ഒന്നിച്ച് അടക്കേണ്ടി വരുന്നതോടെ സാധാരണക്കാരുടെ കീശ ചോരുന്നു. മണിക്കൂറുകളോളം വരി നിന്ന് ജനങ്ങൾ തളരുകയാണ്. ബോധം കെടാതിരിക്കാൻ വരിയിൽ സർബത്ത് കുടിച്ച് നിൽക്കേണ്ടി വരുന്ന അതിവിചിത്രമായ സാഹചര്യം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. റിപ്പോർട്ടറുടെ തത്സമയ വിവരണത്തിലേക്ക്. അതെ, തലസ്ഥാന നഗരിയിലെ പട്ടം ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ഒട്ടും ശുഭകരമായ കാഴ്ചകളല്ല ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വാഹന പരിശോധനയും AI ക്യാമറകളും സജീവമായതോടെ പിഴയടക്കാൻ എത്തുന്നവരുടെ വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഒരാൾക്ക് തന്നെ 4ഉം 5ഉം ചലാനുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് തുടങ്ങി ഓരോ ക്യാമറയിലും ഓരോ പിഴ എന്ന നിലയിൽ തുക കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഈ പിഴത്തുക അടച്ചു തീർക്കാൻ സ്റ്റേഷനിലെത്തിയാൽ അനുഭവിക്കേണ്ടി വരുന്നത് കഠിന ശിക്ഷയാണെന്ന് വാഹന ഉടമകൾ പരാതിപ്പെടുന്നു. കനത്ത ചൂടിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന പലരും തളർന്നു വീഴുന്ന അവസ്ഥയിലാണ്. ഇതോടെ ബോധം കെടാതിരിക്കാൻ വരിയിൽ നിൽക്കുന്നവർക്ക് സർബത്ത് എത്തിച്ചു നൽകേണ്ടി വരുന്ന വിചിത്രമായ കാഴ്ചയാണ് പട്ടം സ്റ്റേഷൻ പരിസരത്ത് കാണുന്നത്. പിഴയടയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സർബത്ത് കുടിച്ച് ക്യൂ നിൽക്കാൻ വേണ്ടിവരുന്നു എന്നതാണ് നിലവിലെ അവസ്ഥ. ട്രാഫിക് പോലീസിന്റെ നടപടികളിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നിയമലംഘകർക്ക് ക്ലാസ് നൽകാൻ പോലീസ് കാണിക്കുന്ന ശുഷ്കാന്തി, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിൽ കാണിക്കുന്നില്ല. സർവർ പണിമുടക്കുന്നത് നടപടികൾ ഇനിയും വൈകിപ്പിക്കുന്നു. പിഴയടിക്കാൻ മിന്നൽ വേഗത്തിൽ മെസ്സേജ് അയക്കുന്ന പോലീസ്, അത് വാങ്ങാൻ ആമ വേഗത്തിലാണ് നീങ്ങുന്നത് എന്നതാണ് ജനങ്ങളുടെ പ്രധാന ആക്ഷേപം. സ്ഥിതി ഇതേപോലെ തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ പട്ടം ട്രാഫിക് സ്റ്റേഷന് മുന്നിൽ ജനരോഷം ഇരമ്പാനാണ് സാധ്യത.